മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി ഓരോ പ്രഭാതവും നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും കർത്താവിൻ്റെ സ്നേഹം അധികമായി വിളിച്ചോതുന്ന സമയമാണ് പ്രഭാതം. നമ്മളെല്ലാവരും ഇന്നേ ദിവസം നിദ്രയുണർന്ന് ദൈവത്തെ വിളിച്ച് നന്ദി പറയുന്ന സമയമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ ചരാചരവും നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധമായ സമയമാണ് ഓരോ പ്രഭാതവും. അപ്പോൾ കർത്താവ് ആ ഒരു കൃപയിലേക്ക് നമ്മെ ഇന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുക. കർത്താവിന് നന്ദി പറയാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എന്നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകമായി നമുക്ക് ഇന്നത്തെ ദിവസം രോഗികളായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളും ആശ്വസിപ്പിക്കപ്പെടുവാൻ, സൗഖ്യമാക്കപ്പെടുവാൻ, അവരിലെ ഭയവും ഉത്കണ്ഠയും നിരാശയുമൊക്കെ അവരിൽ നിന്ന് വിട്ടുപോകാനായിട്ട് എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും അതിനോട് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാനും വചനം ജീവിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ പൂർണ്ണതയിൽ സ്വീകരിച്ച് ഈ ലോകത്തിന് തന്നെയും യേശുവിനെ പ്രദാനം ചെയ്യുവാൻ തക്കവിധം ദൈവകൃപയോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴമായ ബോധ്യങ്ങൾ നൽകപ്പെടുവാനായി പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു നിമിഷം മൗനമായി നമ്മൾ പ്രാർത്ഥിച്ച് വചനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം
14 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമാണ് നാം ഓരോരുത്തരും. പ്രകാശത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പ്രകാശം അന്ധകാരത്തെ ഇല്ലാതാക്കി കളയുന്നു. അന്ധകാരം അതിനാൽ തന്നെ മാറ്റപ്പെടുകയല്ല, പ്രകാശം കടന്നു വരുമ്പോൾ അന്ധകാരം അപ്രത്യക്ഷമായി തീരുകയാണ്. അപ്പോൾ പ്രകാശമുള്ളിടത്ത് അന്ധകാരത്തിന് നിലനിൽപ്പില്ല. അപ്പം കർത്താവ് പറയാണ്, നാം എല്ലാവരും പ്രകാശമായി മാറണമെന്ന്. അതായത് ഈ ലോകത്തിൻ്റെ അന്ധകാരങ്ങൾ, ഈ ലോകത്തിൻ്റെ അന്ധത അത് മാറ്റപ്പെടണമെങ്കിൽ വെളിച്ചം കടന്നു വരണം. വെളിച്ചമായി തീരുവാനുള്ള ഒരാഹ്വാനമാണ് ഈശോ ഇന്ന് നമുക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനെ വെളിച്ചമായി തീർന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇതേ വചനത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. അതിനുശേഷം പറയുക, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുമെന്ന്. അപ്പോൾ ഒരു വിളക്ക്, അതിൽ നിന്ന് വരുന്ന വെളിച്ചം ഒരാൾക്കല്ല, ആ ഭവനത്തിലുള്ള സകലർക്കും അതൊരു സഹായമായി മാറുകയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയിലുള്ള ദൈവ ചൈതന്യം അനേകർക്ക് അനുഗ്രഹമായി, പ്രത്യാശയായി, പ്രതീക്ഷയായി, രക്ഷയായി മാറും എന്നാണ് ഈശോ പറയുന്നത്. അവനിലേക്ക് നോക്കി അവൻ്റെ വെളിച്ചത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ആ കുടുംബം, ആ സമൂഹം, അവർ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങൾ എല്ലാം വെളിച്ചത്തിലായിത്തീരും, അനുഗ്രഹിക്കപ്പെടും. അപ്പം അതിനായിട്ടാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? വേറെ ആരും പ്രാർത്ഥിക്കുന്നില്ല, വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകാം? പ്രിയപ്പെട്ടവരെ, എനിക്കാകും വിധം ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നിലെ ദൈവിക ചൈതന്യം, ആ ഒരു വെളിച്ചം ഞാനായിരിക്കുന്ന ആ സ്ഥലത്ത് വ്യാപിക്കാൻ തുടങ്ങും. തുടരെ തുടരെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മെല്ലെ മെല്ലെ നാം ബന്ധപ്പെടുന്ന മേഖലകളിലെ അന്ധകാരം മാറിപ്പോകാൻ തുടങ്ങും. ആ വെളിച്ചമായി മാറും. അത് വ്യക്തികളിലേക്ക് വ്യാപിക്കും, സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും, ജീവിത മേഖലകളിലേക്ക് വ്യാപിക്കും. ദൈവചൈതന്യം എല്ലാവരിലും നിറയും. ആ വെളിച്ചം ജീവിതത്തിലെ, കുടുംബത്തിലെ, നാം ആയിരിക്കുന്ന സ്ഥലത്തെ അന്ധകാരത്തെ നീക്കിക്കളയും. അതൊരിക്കലും ഒരു വ്യക്തിയിലെ സന്തോഷത്തെ കെടുത്തിക്കളയുകയല്ല, മറിച്ച് ആ വ്യക്തിയിലെ സന്തോഷം അധികമായി അനുഭവിക്കുവാൻ തക്കവിധം ആ വ്യക്തിയെ ഒരുക്കുകയും ചെയ്യും. അതാണ് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മനുഷ്യരുടെ മുൻപിൽ നമ്മുടെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെയാണ് മനുഷ്യർ മഹത്വപ്പെടുത്തുന്നത്, നമ്മളെയല്ല. നമ്മളൊരു നന്മയുണ്ടായെങ്കിൽ മനുഷ്യൻ ദൈവത്തിന് നന്ദി പറയുമെന്നാണ് പറയുന്നത്. നമ്മളതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകണ്ട. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, ബാക്കിയെല്ലാം ദൈവം അനുഗ്രഹമാക്കി മറ്റുള്ളവരിലേക്ക് ഒഴുക്കും. അതുവഴി മറ്റുള്ളവർ ദൈവത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങും.
അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റുള്ള വ്യക്തികൾ നന്ദി പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങും. എപ്പോഴാണ്? നമ്മിലെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതായത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മളിലുള്ള നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ മനുഷ്യർ അത് കണ്ട് ദൈവത്തെ വിളിക്കാൻ തുടങ്ങും, ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അന്ധനെ സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അവന് കാഴ്ച വീണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ആശ്ചര്യപ്പെട്ട് ഇത് നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് വചനത്തിൽ കാണുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി വഴി തീർച്ചയായും അത് അനുഭവിക്കുന്ന വ്യക്തികൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. അതൊരു വലിയ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ആവശ്യമുള്ളതുപോലെ നമ്മൾ സ്വീകരിച്ച് ആവശ്യമുള്ളതുപോലെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു ശിഷ്യനും ഗുരുവും ഇങ്ങനെ യാത്ര ചെയ്യുക, തീർത്ഥാടനത്തിന് പോയിരിക്കുക. അവർ തീർത്ഥാടനത്തിന് പോയി ഇങ്ങനെ തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു പുഴയുടെ കരയിലെത്തുകയാണ്. ആ പുഴക്കരയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നല്ല തെളിനീരാണ് ആ പുഴയിലൂടെ ഒഴുകുന്നത്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അപ്പോൾ ശിഷ്യന് ഭയങ്കര സന്തോഷമായി. ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി അവൻ ഓടി പുഴയിലേക്ക് ഇറങ്ങി കാലും കൈയും എല്ലാം കഴുകി നന്നായിട്ട് കുളിച്ച് റെഡിയായി. അതിനുശേഷം കുറേ വെള്ളമെടുത്ത് അവൻ കുടിച്ചു. ദാഹം തീരുവോളം കുടിച്ചു, പറ്റാവുന്നത്രയും വെള്ളം കുടിച്ചു. എന്നിട്ട് കരയിലേക്ക് കയറി വന്നു. അപ്പോൾ ഈ ഗുരു മെല്ലെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പാത്രം എടുത്തുകൊണ്ട് ആ ഗുരു ആ പുഴയിൽ നിന്ന് ആ പാത്രത്തിൽ വെള്ളം കോരി തൻ്റെ ദേഹശുദ്ധി വരുത്തി. അതിനുശേഷം വീണ്ടും ആ പാത്രത്തിൽ തന്നെ വെള്ളം കോരി ദാഹശമനത്തിന് വേണ്ടി ആ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ ശിഷ്യൻ ഇങ്ങനെ നോക്കി നിൽക്കുക, ഈ ഗുരു എന്തായി കാണിക്കുന്നത്? അങ്ങനെ നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞ് ഗുരു വെള്ളമൊക്കെ കുടിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന് ഭയങ്കര ആശ്ചര്യമായി. എന്തുകൊണ്ടാണ് ഗുരു ഇങ്ങനെ ചെയ്യുന്നത്? ഇഷ്ടംപോലെ വെള്ളമല്ലേ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ഇപ്രകാരം ചോദിക്കുകയാണ്, ഗുരു, അങ്ങ് എന്തുകൊണ്ടാണ് ഇത്രയേറെ വെള്ളമുണ്ടെങ്കിലും ആവശ്യത്തിൽ അത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക, ആവശ്യത്തിലധികം വെള്ളമുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങൊരു ചെറിയ പാത്രത്തിൽ ഇങ്ങനെ ഈ വെള്ളം കോരി ദേഹശുദ്ധി നടത്തി അതേപോലെ തന്നെ ആ പാത്രത്തിൽ വെള്ളം കോരി കുടിക്കുവാനായിട്ടിടയായത്? കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറയുകയാണ്, ഈ ലോകത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് പറയുക, ഈ പുഴയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, എങ്കിലും എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുവാനാണ് ദൈവം എനിക്ക് അനുവാദം തന്നിട്ടുള്ളൂ എന്ന്. ഈ ലോകത്തിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്, എങ്കിലും അത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുവാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് മറ്റുള്ളവരിലേക്ക് നൽകപ്പെടേണ്ടതാണ് ബാക്കിയുള്ളതെല്ലാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത് കുന്നുകൂട്ടി വയ്ക്കാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നൽകപ്പെട്ട ആ വെളിച്ചം, നമ്മിലേക്ക് ചൊരിയപ്പെട്ട ആ വെളിച്ചം, അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനുള്ളതാണ്, നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അങ്ങനെ ആ വെളിച്ചത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റനവധി വ്യക്തികളുടെ ജീവിതങ്ങളിലും അതേ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ് ഈ ഒരു ബൈബിൾ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ ഗുരു പഠിപ്പിച്ച ഒരു പാഠവും അതുതന്നെയായിരുന്നു. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചിട്ട് അധികമുള്ളത് മറ്റെന്തെങ്കിലും വേണ്ടി മാറ്റി നിർത്തുക. കാരണം ദൈവം അനുവദിച്ചിട്ടുള്ളത് അത് മാത്രമാണ്. എല്ലാം സ്വന്തമാക്കാനല്ല ദൈവം പറഞ്ഞത്, ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുവാനാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പടുത്തുയർത്തുന്നത്. വ്യക്തി ജീവിതങ്ങളെ
പടുത്തുയർത്തുന്നത്, കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത്, സമൂഹത്തിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത്, ജീവിത മേഖലകളെ അനുഗ്രഹമാക്കുന്നത്. നമുക്കും ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹങ്ങളായി തീരാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയാൻ, കൃപയിൽ നിറയാൻ, നൽകപ്പെട്ട ആ വെളിച്ചം അനേകർക്ക് വെളിച്ചമായി അനേകരുടെ അന്ധകാരം മാറ്റുന്ന അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നൽകപ്പെട്ടതിനെ ഓർത്തെല്ലാം നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നിയോഗം എല്ലാ രോഗികളും, രോഗത്തിനടിമപ്പെട്ടവർ, രോഗത്തെക്കുറിച്ചുള്ള ഭയം, ഉത്കണ്ഠ, നിരാശയിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. കിടപ്പ് രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ആശുപത്രികളിൽ കഴിയുന്നവരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹസ്പർശനം ഉണ്ടാകാൻ, കർത്താവിൻ്റെ വെളിച്ചം അവരിലേക്കെല്ലാം കടന്നു വന്ന് പ്രത്യാശ അവരിലുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരുടെയും സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധരിലൂടെയും അനുഗ്രഹിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നവരോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളും ഉയർത്താം ദൈവസന്നിധിയിലേക്ക്. അതേപോലെ തന്നെ നമുക്കാകും വിധത്തിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയോട് ചേർന്ന് കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവഴിക്കുന്നു. പല നിയോഗങ്ങളും സമർപ്പിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളും വ്യക്തിബന്ധങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിച്ച് നമ്മുടെ ഇടവക വിശുദ്ധൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥത്തിനായിട്ട് നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം.
ശലഭം പോൽ ഞാൻ നാഥാ നിന്നുടെ വചനം തേടി വരുന്നു. ശലഭം പോൽ ഞാൻ നാഥാ നിന്നുടെ വചനം തേടി വരുന്നു. പൂവിൻ കരളിൻ മധുരച്ചെപ്പിൽ തേനറ തേടി വരുന്നു. ശലഭം പോൽ ഞാൻ നാഥാ നിന്നുടെ വചനം തേടി വരുന്നു. ചൊരിയണമേ നിൻ കൃപയെന്നിൽ, പകരണമേ നിൻ വചനമധു. അഴലും മാമക മനസ്സിൻ തുനിവും അകലത്തതുല പരാപരനേ. ചൊരിയണമേ നിൻ കൃപയെന്നിൽ, പകരണമേ നിൻ വചനമധു. അഴലും മാമക മനസ്സിൻ തുനിവും അകലത്തതുല പരാപരനേ. തിരുസഭയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും എല്ലാ മെത്രാന്മാരോടും വൈദിക സമൂഹത്തോടും എല്ലാ സമർപ്പിതരോടും ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹപ്രദമായൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.